ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഒരു അയല പൊളിച്ചതിൻ്റെ റെസിപ്പിയും പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കോഴിക്കോട് ലുലു മാളിലേക്കും ബീച്ചിലേക്കും പോയിരുന്നു. അതിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി നോക്കാം. അതിനാദ്യം അയല മീൻ ഞാൻ 2 എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരയിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് 1/4 ടീസ്പൂണാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയിട്ട് വീണ്ടും ഇടാവുന്നതാണ്. മുളക് പൊടി 1.5 ടീസ്പൂൺ, എരിവിനനുസരിച്ച് മാറ്റം വരുന്നതാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/4 ടീസ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, വിനീഗർ 1 ടേബിൾ സ്പൂൺ. നിങ്ങൾ മീനൊക്കെ ഫ്രൈ ചെയ്യാറില്ലേ, അതിൻ്റെ അതേ റെസിപ്പി വെച്ചിട്ട് മീൻ ഫ്രൈ ചെയ്താലും മതി കേട്ടോ. നമ്മൾ ഇതിൽ മസാലേൻ്റെ ടേസ്റ്റാണ് ഇതിൽ കൂടുതൽ എടുത്ത് വരേണ്ടത്. ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള റെസിപ്പി എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം ഇട്ടതിന് ശേഷം നല്ലോണം മസാല പിടിക്കുന്ന രീതിയിൽ നല്ലോണം കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുക മീൻസ് ഉള്ളിലേക്കും എല്ലായിടത്തും മസാല നന്നായി പിടിക്കണം. അങ്ങനെ മസാല പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും വെക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ അതവിടെ നിന്നോട്ടെ. അപ്പോൾ ഇതിന് നമുക്ക് മസാല തയ്യാറാക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച 3 മീഡിയം സൈസ് വലിപ്പത്തിലുള്ള വലിയ ഉള്ളിയും കട്ട് ചെയ്ത് ഇട്ടെടുക്കുക. അതിലേക്ക് 2 പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിതിൽ ഉപ്പിട്ടത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നു പോയതാണ് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു നിറം മാറി വരണം. ഉള്ളിയുടെ നിറം മാറി വരണം, അല്ലെങ്കിൽ ഇത് മധുരിച്ച് പോകും. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് ഉള്ളി മൂക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ഉള്ളി നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പകുതി ഏറ്റവും ലാസ്റ്റിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ എന്നിവ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ ഗരം മസാല ഇടേണ്ടവർക്ക് അതിട്ടെടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. എന്നിവയെല്ലാം ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മസാല ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് സെറ്റാക്കി എടുക്കണം. മസാലയുടെ പച്ചമണം മാറി വന്നാൽ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മസാല ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം.
അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ഇല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോൾ നേരത്തെ മസാല തേച്ച് വെച്ച മീൻ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് ഭാഗവും നല്ലോണം ഫ്രൈ ചെയ്യുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗമായതിന് ശേഷം മറിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു വാഴൻ്റെ ഇല വാട്ടിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ മസാല തേച്ച് വെച്ച മസാല രണ്ട് ഭാഗത്തും രണ്ട് വാഴൻ്റെ ഇലയിൽ ഇട്ട് കൊടുക്കണം. രണ്ട് വാഴൻ്റെ ഇലയിലും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മീൻ ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുത്ത് ബാക്കി വന്ന മസാല ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ അയല പൊളിച്ച് ഇവിടെ സെറ്റാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് നന്നായി മടക്കി ഇതേപോലെ കെട്ടി വെച്ച് കൊടുക്കണം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണ ഉപയോഗിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇനി കെട്ടി വെച്ച രണ്ട് ഭാഗം ഇതിലേക്ക് ഇട്ടെടുത്ത് അയലപ്പൊളിച്ച് റെഡി. ഇനി ഫുഡൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നാത്തുമാർ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ വന്നപ്പോൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. നാത്തുമാരുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, ആസിവാക്കുണ്ടായിരുന്നു, പിന്നെ ഉമ്മ ഉണ്ടായിരുന്നു, പിന്നെ അളച്ചനുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരു പുറത്ത് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. എല്ലാവരും കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയപ്പോഴത്തെ കുറച്ച് വിഷ്വൽസ് ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ സംസാരിക്കും, ബട്ട് ഇങ്ങനെ വീഡിയോയിലൊക്കെ സംസാരിക്കാൻ കുറച്ച് സംസാരിക്കുക അങ്ങനെയൊക്കെ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ഫസ്റ്റല്ലേ, അങ്ങനെ എൻ്റെ ശരിയായിക്കോളും. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ സംസാരിക്കും. ബട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എന്തോ ഒരു ചമ്മൽ ഫീൽ ചെയ്യും. പിന്നെ എന്താ സംസാരിക്കുക, എന്താ പറയുക, അങ്ങനെയൊക്കെ ഒരു മൈൻഡാണ് വരൽ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ മഴവില്ല് കണ്ടപ്പോൾ അതൊരു വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ അതാണത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ
ഞാൻ പൊതുവേ ഒരു ടോക്കറ്റീവാണ്. ഞാൻ സംസാരിക്കുന്ന ആളാണ്, ആരെ കണ്ടാലും സംസാരിക്കുന്ന ആളാണ്. ബട്ട് ഇതിൽ കൂടെ ആകുമ്പോൾ ഒരു മടി, എന്താണ് എങ്ങനെയാണ് തുടക്കം അങ്ങനെയൊക്കെ ഫസ്റ്റല്ലേ, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇങ്ങനെ ശരിയാവുമെന്ന് വിചാരിക്കണം. ഇതന്നെ ഇപ്പം നിങ്ങളോട് എങ്ങനെയാണ് പോണത്, എങ്ങനെ എന്താ പറയേണ്ടതെന്നൊരു പിടുത്തം കിട്ടണില്ല, അങ്ങനെയാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴുള്ള കുറച്ച് വിഷ്വൽസാണ് ഇതൊക്കെ. പിന്നെ ഇപ്പോൾ ഫുള്ള് ഹൈവേ വരെ, അതുകൊണ്ട് വണ്ടിയൊക്കെ സ്പീഡിലാണ് പോണത്. പിന്നെ എന്താ പറയേണ്ടതെന്നൊരു പിടുത്തം കിട്ടില്ല, അതാട്ടോ ഞാനിങ്ങനെ സംസാരിക്കാതെ അങ്ങനെ നിൽക്കണത്. പിന്നെ ഓരോരുത്തർ വ്ളോഗിലൊക്കെ ഇങ്ങനെ സംസാരിക്കും, ഞാൻ വിചാരിക്കും വീഡിയോയിലൊക്കെ ആകുമ്പോൾ എങ്ങനെ സംസാരിക്കുക, എന്തപ്പോൾ സംസാരിക്കുക, എങ്ങനെ സംസാരിക്കുക എന്നൊക്കെ. പക്ഷേ അതവർക്ക് ശീലമായതുകൊണ്ടാവാം, അവർ നല്ല സൂപ്പറായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങോട്ട് സംസാരിച്ചങ്ങനെ ആവില്ല, അങ്ങനെയൊക്കെ ഒരു ഇതാണ്. പിന്നെ ഓരോ പോണ വഴിയിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കും, ഓരോ എന്താ പറയുക എടുക്കാൻ തോന്നുന്ന വിഷ്വൽസൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ നമ്മളിതാ ലുലു മാളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ലുലു മാളിലെത്തി നമ്മൾ അങ്ങോട്ട് കയറുകയാണ്. പിന്നെ അവിടെ എത്തിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വിഷ്വൽസ് കുറച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ കയറി, ഇത് എൻട്രൻസ് ആണ് കേട്ടോ. കയറി ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഫോണിൻ്റെ സ്ഥലം കണ്ടപ്പോൾ അങ്ങോട്ടൊന്ന് കയറിയായിരുന്നു, ജസ്റ്റ് ഒന്ന് ഫോണൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നേരെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ലിഫ്റ്റിലാട്ടോ കയറിയത്. അപ്പോൾ പോണ വഴിയിൽ ഞാൻ ഈ സൈഡിലുള്ള വീഡിയോസുകളൊക്കെ എടുക്കുന്നുണ്ട്. ഡ്രസ്സ് കാര്യങ്ങൾ, ചെരുപ്പ്, നല്ല സൂപ്പർ ഫുള്ള് ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല സൂപ്പർ സാധനങ്ങളാണ്. അതായത് നല്ല ക്വാളിറ്റി വൈസിൽ സൂപ്പറാണ്. പിന്നെ സ്പ്രേൻ്റെ അവിടെ പോയിരുന്ന ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പോയി. അങ്ങനെ മുകൾക്ക് കയറി. ഞങ്ങൾ ഫസ്റ്റ് തന്നെ കയറിയപ്പോൾ ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ടാട്ടോ പോയത്. ഞങ്ങൾ ജസ്റ്റ് കണ്ടിട്ടൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ അവിടെ ഗെയിമിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു, അവിടേക്ക് പോയി. ഗെയിംസും കാര്യങ്ങളൊക്കെ കണ്ട് കുട്ടികൾ പിന്നെ അതിലിരുന്ന് ജസ്റ്റ് എൻജോയ്മെൻറ്റ് മാതിരി ഒക്കെ ഓരോന്ന് കണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്താണ് ഇറുക്കി കണ്ട് ടെഡി കാര്യങ്ങളൊക്കെ എടുക്കണല്ലേ, അതൊക്കെ അങ്ങനെയൊക്കെ. പിന്നെ ഇതിങ്ങനെ ഓരോന്നെടുത്ത് കണ്ട് ഇങ്ങനെ വീഡിയോസുകളൊക്കെ ഇങ്ങനെ എടുക്കാൻ തോന്നിയപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡിങ് സെക്ഷനിലേക്ക് വന്നായിരുന്നു. അവിടെ ഞങ്ങൾ പിസ്സ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ സ്റ്റാർട്ടറായിട്ട് വന്ന് അത് കഴിച്ച് പെപ്സിയും ഇതൊക്കെയായിരുന്നു വന്നിരുന്നത്. അത് സ്റ്റാർട്ടറായിട്ട് കഴിച്ച് പിന്നെ പിസ്സ വന്ന് നമ്മളെ ചീസി നഗറ്റ്സ് ചിക്കൻ ആ പിസ്സ ആയിരുന്നു പറഞ്ഞിരുന്നത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ
ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് പോയായിരുന്നു. അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി. ഇതിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അതാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ആയതുകൊണ്ടാണ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു സംസാരിക്കാനൊരു ഇതില്ല, എന്താ പറയുക, എന്താണ് ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പം നമ്മൾ കോഴിക്കോട് പോയ വിഷ്വൽസ് നെക്സ്റ്റ് വീഡിയോയിലൂടെ കേട്ടോ. അത് ലെങ്ത്ത് കൂടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.